മലബാറിൽ തകർന്നടിയുകയാണ് ഇടതുപക്ഷം. തകർന്നടിഞ്ഞു ഇടതുപക്ഷം. ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള ഇടത് ശ്രമങ്ങൾ പോലും വിജയിച്ചില്ല. മിക്കയിടങ്ങളിലും കോൺഗ്രസ് ഭൂരിപക്ഷം വർദ്ധിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും BJPയും നില മെച്ചപ്പെടുത്തി. വിവരങ്ങൾ നൽകാനായി ഗൂഗിൾ P വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഈ ഇടതുപക്ഷം കണ്ണും നട്ടിരുന്ന മണ്ഡലങ്ങളാണ് മലബാർ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതിൽ കണ്ണൂരുണ്ട്, വടകര. അവർ പറഞ്ഞിരുന്നു കൃത്യമായ ഈ താഴെത്തട്ടിലൊക്കെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നിടത്താണ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ഇടതുപക്ഷം. അവിടെയൊക്കെ തന്നെ കനത്ത നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിനും അതുപോലെ തന്നെയാണ് ശക്തി പ്രാപിക്കാൻ BJPക്കും സാധിച്ചു എന്ന് പറയുന്നത് കൂടെ ഒരു വലിയ കാര്യം തന്നെയല്ലേ? ജനി, കേരളത്തിലെ തന്നെ CPMന്റെ ശക്തമായ കേന്ദ്രങ്ങൾ, മേഖലകൾ ഏതാണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ കണ്ണൂർ, കാസർഗോഡ്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ കീഴിൽ വരുന്ന ചില നിയമസഭാ മണ്ഡലങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ തവണ KK ശൈലജയ്ക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ മട്ടന്നൂര്, തലശ്ശേരി, കൂത്തുപറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂര് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളൊക്കെ CPMന് വലിയ ഭൂരിപക്ഷങ്ങൾ കഴിഞ്ഞ തവണ നൽകിയിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ CPMന് അമ്പേ പരാജയപ്പെടേണ്ടി വരുന്നു. ഇടതുപക്ഷത്തിന് തങ്ങളുടെ വോട്ട് വിഹിതം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്നാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, വടകര മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിലേക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടെയൊക്കെ BJP NDA തങ്ങളുടെ വോട്ട് വിഹിതം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുമ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളിലേക്ക് എത്താൻ പോലും സാധിക്കാത്ത നില പരുങ്ങലിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. വലിയ അഭിമാന പോരാട്ടമായി മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി KK ശൈലജയെ രംഗത്തിറക്കിയ വടകരയിൽ പോലും LDFന്റെ വോട്ട് വിഹിതം കുറയുകയും UDFന്റെ ഭൂരിപക്ഷം 1,14,000 എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ K മുരളീധരൻ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷത്തെ തകർത്തുകൊണ്ടാണ് 88,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തെ 2019 ഭൂരിപക്ഷത്തെ തകർത്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ 1,14,000 ഇത്തവണ എത്തിയിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. കേരളത്തിൽ മുഴുവനായും ചർച്ച ചെയ്ത ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര. അത് അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഏറ്റവും കൂടുതൽ വർഗീയ പ്രചാരണങ്ങൾ ഇടതു വലത് മുന്നണികൾ നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു വടകര. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. മുസ്ലിം ന്യൂനപക്ഷത്തെ അടുപ്പിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അമ്പാടെ പാളിപ്പോകുന്ന ഒരവസ്ഥയാണ് കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും കൂടുതലായിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിനിധികളെ ലോക്സഭയിലേക്ക് അയക്കാൻ വേണ്ടി UDFന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടങ്ങളിലൊക്കെ BJPയും അവരുടെ വോട്ടുകൾ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ 51,000 വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് 68,509 വോട്ടായിരുന്നു കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ BJP തങ്ങളുടെ വോട്ട് ഏകദേശം ഇരട്ടിയോളം വർദ്ധിപ്പിക്കുന്നു. 1,19,876 വോട്ടിലേക്ക് എത്തിക്കുന്നു. 51,000-ഓളം വോട്ടിന്റെ വർധനമാണ് BJPക്ക് കണ്ണൂർ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം അവിടെ 25,000-ഓളം വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണ PK ശ്രീമതിക്ക് ലഭിച്ചതിനേക്കാൾ 25,000-ഓളം വോട്ടിന്റെ കുറവാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജന് നേടാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ, ഭാരതത്തിലെ തന്നെ CPMന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഒരു ജില്ലയാണ് കണ്ണൂർ. അവിടെ പോലും CPMന് തങ്ങൾക്ക് കഴിഞ്ഞ തവണ നേടിയ വോട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ CPMനെ ഇടതു മുന്നണിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. മറ്റൊന്ന് വയനാടാണ്. വയനാട് മണ്ഡലം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഉൾപ്പെടെയുള്ള പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ മണ്ണായിരുന്നു. അവിടെയും BJP ഏകദേശം 62,000-ഓളം വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 78,000 വോട്ട് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി വയനാട് മത്സരിച്ച സമയത്ത് NDAക്ക് കരസ്ഥമാക്കാൻ സാധിച്ചതെങ്കിൽ ഇത്തവണ അത് 1,41,000 മുകളിലേക്ക് പോകുന്നു. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ NDAക്ക് അല്ലെങ്കിൽ K സുരേന്ദ്രന് സാധിച്ചു എന്ന് വിലയിരുത്തുന്ന സമയത്ത് തന്നെ ഭൂരിപക്ഷം 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിക്ക് അത് 3 ലക്ഷത്തിന് താഴേക്കായിട്ട് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ മണ്ഡലങ്ങളിലെ മറ്റു കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചതായി അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു മത്സരം കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തന്നെയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ വോട്ട് 2,19,000 ഉയർന്നു എന്നത്
എ ക്ലാസ് മണ്ഡലത്തിന്റെ പട്ടികയിലേക്കുള്ള എടുത്തുയർത്താൻ വേണ്ടി കാസർഗോഡ് മണ്ഡലത്തിൽ ML അശ്വിനിക്ക് സാധിച്ചു, BJPയെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ തവണ 1,76,049 വോട്ട് നേടിയ സ്ഥാനത്ത് ഏകദേശം 43,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 2,19,558 വോട്ടിലേക്ക് കാസർഗോഡിനെ എത്തിക്കാൻ വേണ്ടി ML അശ്വിനിക്ക് കഴിഞ്ഞു. ഈ കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളാണ് പയ്യന്നൂരും കല്യാശ്ശേരിയും ഒക്കെ. പയ്യന്നൂരും കല്യാശ്ശേരിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. TI മധുസൂദനൊക്കെ 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് എത്തിയ ആ മണ്ഡലം ഉൾപ്പെടുന്ന കാസർഗോഡ് പോലും CPMന് വോട്ട് വിഹിതം കുറയുന്നു. 25,000-ഓളം വോട്ടിന്റെ കുറവാണ് CPMന് കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് മണ്ഡലത്തിലും CPMന് 33,000-ഓളം വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ഇളമരം കരീം എന്ന സമുന്നതനായ നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് കോഴിക്കോട് പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി, തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇളമരം കരീമിനെ രംഗത്തിറക്കിയെങ്കിലും മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണങ്ങൾ കോഴിക്കോട് മണ്ഡലത്തിൽ നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു. കോഴിക്കോട് CPMോ ഇടതുമുന്നണിയോ വിചാരിച്ചതുപോലെ ഒരു വിജയത്തിലേക്ക് എത്താനെന്നല്ല, കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഒരുപാട് വോട്ട് ലഭിച്ച് ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളെ കൊണ്ടുപോകാമെന്നൊക്കെയുള്ള പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അതൊക്കെ തന്നെ തകർന്നടിക്കുകയാണ് ചെയ്തത്. ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള ഇടത് ശ്രമങ്ങളും വിജയിച്ചില്ല. നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പലസ്തീനിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം CAക്കെതിരായ പ്രചാരണം, കാടടച്ചുള്ള പ്രചാരണമൊക്കെ തന്നെ പിണറായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരെ അവിടെ നടത്തിയിട്ടും അതൊന്നും തന്നെ വോട്ടായിട്ട് നേടാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി സത്യമാണ്. അതൊക്കെ തന്നെ അവർക്ക് ക്ഷീണമാവുകയും ചെയ്തു. ഇതിനെയൊക്കെ തന്നെ ഇനി എങ്ങനെ മറികടക്കും എന്നാണ് നോക്കിക്കാണേണ്ടത്. ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.